സോ ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോളിൻ്റെ പാർട്ട് 1-ൽ നമ്മൾ കണ്ടു എന്താണ് ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾ എന്നും ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻ്റർനെറ്റ് ബേസ്ഡ് നെറ്റ്വർക്കിലെ പ്രധാനപ്പെട്ട 3 പ്രോട്ടോക്കോൾസായ DNS, FTP അതുപോലെ തന്നെ ടെൽനെറ്റ്, ഇത് 3-മാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ഒരെണ്ണം കവർ ചെയ്തു, DNS എന്ന് പറയുന്നത്. DNS എന്താണ്, DNS പ്രോട്ടോക്കോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസിനകത്ത് ഉള്ളത് എന്ന് നമ്മൾ കണ്ടു. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോളാണ് FTP അഥവാ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. സോ FTP എന്ന് പറഞ്ഞാൽ എന്താ ബേസിക്കലി? ഇറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് മെക്കാനിസം പ്രൊവൈഡഡ് ബൈ ദ TCP/IP പ്രോട്ടോക്കോൾ സ്യൂട്ട് ഫോർ കോപ്പിയിങ് എ ഫയൽ ഫ്രം വൺ ഹോസ്റ്റ് ടു അനദർ. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ പലപ്പോഴും സെർവറുകളിൽ നിന്ന് ഫയൽസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യും ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക്. അപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷന്, ഒരു സോഫ്റ്റ്വെയറിന് ഒരു ഫയൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ് FTP അഥവാ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലിരിക്കുന്ന ഒരു ഫയൽ കോപ്പി ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന പ്രോട്ടോക്കോളാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ അഥവാ FTP എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ദർ ആർ സം പ്രോബ്ലംസ് എക്സിസ്റ്റിംഗ് ഇൻ ഫയൽ ട്രാൻസ്ഫർ. ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഈ FTPയുടെ ദൗത്യം. ഫോർ എക്സാമ്പിൾ, 2 സിസ്റ്റംസ് മേ യൂസ് ഡിഫറൻറ്റ് ഫയൽ നെയിം കൺവെൻഷൻസ്. ഇപ്പോൾ പലപ്പോഴും 2 ഡിഫറൻറ്റ് സിസ്റ്റംസാണ്, ഒന്ന് അമേരിക്കയിലിരിക്കുന്ന സിസ്റ്റം, ഒന്ന് ഇന്ത്യയിലിരിക്കുന്ന സിസ്റ്റം. 2 സിസ്റ്റവും 2 ഡിഫറൻറ്റ് ഫയൽ നെയിം കൺവെൻഷൻസ് ഒബേ ചെയ്യുന്ന സിസ്റ്റംസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റംസ് തമ്മിലുള്ള ഫയൽ ട്രാൻസ്ഫർ ഇത് കൈകാര്യം ചെയ്യണം. 2 സിസ്റ്റംസ് മേ ഹാവ് ഡിഫറൻറ്റ് വേസ് ടു റെപ്രസെൻറ്റ് ടെക്സ്റ്റ് ആൻഡ് ഡാറ്റ. ഒരു ഫയൽ സൂക്ഷിച്ചിരിക്കുന്നത് അതിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക എൻകോഡിംഗ് സ്കീമൊക്കെ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുക ടെക്സ്റ്റും അതിൻ്റെ ഡാറ്റയും. അങ്ങനെയുള്ള ഫയലാണ് യഥാർത്ഥത്തിൽ മറ്റൊരു ടൈപ്പ് സിസ്റ്റത്തിലേക്ക് ലോഡ് ചെയ്യേണ്ടത്. സോ 2 സിസ്റ്റംസ് മേ ഹാവ് ഡിഫറൻറ്റ് ഡയറക്ടറി സ്ട്രക്ചേഴ്സ്. അതുപോലെ തന്നെ ഡയറക്ടറി സ്ട്രക്ചേഴ്സ്, അമേരിക്കയിലിരിക്കുന്ന ആ ഒരു കമ്പ്യൂട്ടറിനകത്ത് ഇരിക്കുന്ന ആ ഡയറക്ടറി സ്ട്രക്ചറിൻ്റെ ഏതെങ്കിലും ഒരു സബ് ഡയറക്ടറിക്കായിരിക്കും ഈ ഫയൽ ഇരിക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചറും നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. All these problems have to be solved by FTP in a very simple and elegant app. ഇങ്ങനെ ഹെറ്ററോജീനസ് ആയിട്ടുള്ള വ്യത്യസ്തമായ ഭാവത്തിലും ടെക്നോളജിയിലും സ്ട്രക്ചറിലും ഇരിക്കുന്ന ഡിഫറെൻറ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സുകളിലെ കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള ഫയൽ ട്രാൻസ്ഫർ സുഗമമാക്കി കൊടുക്കേണ്ടുന്ന ദൗത്യമാണ് FTP എന്ന് പറയുന്ന ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളിന് ഉള്ളത്. ഇപ്പോൾ ഇത് ഒരു ഡയഗ്രാം ഒന്ന് നോക്കുക, FTPയുടെ വർക്കിംഗ്. ഇവിടെ നോക്കിയാൽ ഒരു ക്ലയൻറ്റും ഉണ്ട്, ഒരു സെർവറും ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ ക്ലയൻ്റ് എന്ന് നിങ്ങൾക്ക് കാണാം, റൈറ്റ് സൈഡിൽ സെർവർ എന്ന് കാണാം. ക്ലയൻറ്റ് മെഷീനിൻ്റെ പ്രത്യേകത എന്താ? ക്ലയൻറ്റ് മെഷീനിലാണ് ഒരു യൂസർ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതാണ് യൂസർ, ഇതാണ് ക്ലയൻറ്റ് മെഷീൻ. ഈ ക്ലയൻറ്റ് മെഷീനിലാണ് യൂസർ ഇരിക്കുന്നത്. ഈ യൂസർ ഇൻ്റർഫേസ് ഉപയോഗിച്ചാണ് ഈ പറയുന്ന കമ്പ്യൂട്ടറിനെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇയാൾ ശ്രമിക്കുന്നത്? ഫയൽ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് ഈ യൂസർ ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇയാൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ യൂസർ ഇൻ്റർഫേസിൽ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന എല്ലാ ഇൻപുട്ടുകളും സ്വീകരിക്കാൻ വേണ്ടി ഒരു കൺട്രോൾ പ്രോസസ്സ് ആ ആപ്ലിക്കേഷൻ ലെയറിൽ ഉണ്ട്. ആ കൺട്രോൾ പ്രോസസ്സിൻ്റെ ഒരു നിയന്ത്രണത്തിലാണ്, ഒരു ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സ് ഈ പറയുന്ന ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ശ്രമിക്കാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ യൂസർ ഇൻ്റർഫേസിനെ വഴി നിങ്ങൾ എൻ്റർ ചെയ്യുന്ന റിക്വസ്റ്റിനെ സോൾവ് ചെയ്യാനായിട്ടും കൺട്രോൾ ചെയ്യാനായിട്ടും ഒരു കൺട്രോൾ പ്രോസസ്സുണ്ട് ഈ FTPക്ക് ഭാഗമായിട്ട്. അതുപോലെ തന്നെ ഒരു ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സുണ്ട്. അങ്ങനെ 2 പ്രോസസ്സിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പലപ്പോഴും യൂസർ ഫയൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഒരു റിക്വസ്റ്റാണ് അയക്കാറുള്ളത്. അപ്പോൾ കൺട്രോൾ പ്രോസസ്സും ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സും കൂടെ ചേർന്നിട്ടാണ് ഈ പറയുന്ന പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു കറസ്പോണ്ടിങ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് അവിടുത്തെ സെർവറിൽ നിന്നാണ് ഫയൽ ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ പലപ്പോഴും ഈ കൺട്രോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് കൺട്രോൾ പ്രോസസ്സ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ 2 സിസ്റ്റവും തമ്മിലുള്ള കൺട്രോളിങ് ചെയ്യുന്നത് ഈ കൺട്രോൾ പ്രോസസ്സാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ ഡാറ്റയെ കൈകാര്യം ചെയ്യാൻ വേണ്ടി 2 മെഷീൻസിലെയും ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സാണ് മുൻകൈ എടുക്കാറുള്ളത്.
അപ്പോൾ കൺട്രോൾ പ്രോസസ്സും ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സും രണ്ട് മെഷീനിലും ഉണ്ട്. ഇവ ഒരു TCP/IP കണക്ഷൻ, ഒരു നോർമൽ ഇൻ്റർനെറ്റിനകത്ത് ഒരു കണക്ഷൻ, ഇതിങ്ങനെ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. രണ്ട് കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്യുമ്പോൾ ഈ TCP/IP എന്ന് പറയുന്ന കണക്ഷനകത്ത് രണ്ട് കണക്ഷൻസ് നമുക്ക് ലോജിക്കലായിട്ടുണ്ട്. അതായത് കൺട്രോൾ കണക്ഷനും ഡാറ്റ കണക്ഷനും രണ്ട് പ്രോസസ്സാണ്. ഇത് സുഗമമാക്കിയിട്ടാണ് FTP മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ശരി. ഇനി അടുത്ത പ്രോട്ടോക്കോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിമോട്ട് ലോഗിൻ അഥവാ ടെൽനെറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോളാണ്. ഈ ടെൽനെറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻ പ്രോഗ്രാം. പലപ്പോഴും നിങ്ങൾക്ക് ടെൽനെറ്റ് എന്ന് പറയുന്ന പ്രോട്ടോക്കോളിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇരുന്നു കൊണ്ട് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ലോഗിൻ ചെയ്ത് കയറി അവിടുത്തെ പ്രോഗ്രാംസ് ഉപയോഗിച്ച് ചില വർക്കിംഗ് നടത്തേണ്ടതായിട്ട് വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ പലപ്പോഴും റിമോട്ടിലിരിക്കുന്ന കമ്പ്യൂട്ടറിനകത്ത് ലോഗിൻ ചെയ്ത് കയറി അവിടുത്തെ പ്രോഗ്രാംസ് ഉപയോഗിച്ച് ചില കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ടുള്ള പുതിയ ഇൻ്റർനെറ്റ് ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്കുണ്ട്. അങ്ങനെയുള്ള ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻസ് ഇപ്പം നിങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതായത് നിങ്ങൾക്ക് മറ്റൊരു സിസ്റ്റത്തിലേക്ക് ലോഗിൻ ചെയ്ത് കയറാം, എന്നിട്ട് ആ സിസ്റ്റത്തിലെ അതിനകത്ത് ഇരിക്കുന്ന പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനൊക്കും, നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടാനൊക്കും. അങ്ങനെ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ നിങ്ങളെ റിമോട്ടായിട്ട് ലോഗിൻ ചെയ്യാൻ സഹായിക്കുന്ന പ്രോട്ടോക്കോളാണ് ടെൽനെറ്റ് അഥവാ ടെർമിനൽ നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ടെൽനെറ്റിൻ്റെ ഫുൾ ഫോം ടെർമിനൽ നെറ്റ്വർക്ക് ഓർ ടെൽനെറ്റ് എന്നാണ് പറയുന്നത്. ടെർമിനലിൻ്റെ TEL, നെറ്റ്വർക്കിൻ്റെ NET, ഇതാണ് ചുരുങ്ങി ടെൽനെറ്റ് എന്ന് പറയുന്നത്. മറ്റൊരു റിമോട്ട് ലോഗിൻ എന്ന് പറയുന്നത് റിമോട്ടായിട്ടിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിലേക്ക് ലോഗിൻ ചെയ്ത് കയറുക. Telnet enables the establishment of a connection to a remote system in such a way that the local terminal appears to be a terminal at the remote system. അപ്പോൾ ഈ ടെൽനെറ്റിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് എന്താ സാധ്യമാകുന്നത്? നിങ്ങളുടെ ലോക്കൽ ക്ലയൻറ്റ് മെഷീൻ യഥാർത്ഥത്തിൽ ഒരു പ്രതീതി നിങ്ങൾക്ക് തരികയാണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് റിമോട്ടായിട്ടിരിക്കുന്ന മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ലോഗിൻ ചെയ്ത് കയറി അവിടുത്തെ ആപ്ലിക്കേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ തന്നെ കിടക്കുന്ന ഏതോ ഒരു ആപ്ലിക്കേഷൻ എടുത്ത് ഉപയോഗിക്കുകയാണെന്ന് തോന്നും. അങ്ങനെ ഒരു പ്രതീതി ഇൻ്റർഫേസും നമുക്ക് നൽകി അത് സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രോട്ടോക്കോളാണ് ടെൽനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം ഒരു റിമോട്ട് സിസ്റ്റവുമായിട്ട്, എന്നിട്ട് നിങ്ങളുടെ ലോക്കൽ ടെർമിനലിന് റിമോട്ടായിട്ടിരിക്കുന്ന സിസ്റ്റത്തിലെ ഓരോ ആപ്ലിക്കേഷനെയും നിങ്ങളുടെ ലോക്കൽ ടെർമിനലിൽ ഇരുന്നു കൊണ്ട് ഒരു ടെർമിനലായിട്ട് ഒരു ഒരു എൻട്രി പോയിൻ്റ് ആയിട്ട് ഇരുന്നു കൊണ്ട് അത് കൈകാര്യം ചെയ്ത് ഉപയോഗിക്കാൻ ഒക്കും. ഇനി ഇത് ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? To access this remote system, the user has to log into the system using an ID and password. അപ്പോൾ പലപ്പോഴും നമുക്ക് റിമോട്ട് ലോഗിൻ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ അക്കൗണ്ട് എടുക്കണം. ഇപ്പോൾ ആ പർട്ടിക്കുലർ കമ്പ്യൂട്ടറിൻ്റെ നിന്ന് പൈസ കൊടുത്തിട്ട് റിമോട്ട് ലോഗിൻ യൂസർ നെയിമും പാസ്വേഡും വാങ്ങിച്ചാലേ നിങ്ങൾക്ക് അകത്തേക്ക് കയറാനൊക്കെ. ചിലപ്പോൾ അവിടുന്ന് ഫയൽസൊക്കെ ആയിരിക്കും ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ കയറുന്നത്, ലോഗിൻ ചെയ്ത് കയറുന്നത്. അങ്ങനെ റിമോട്ടായിട്ട് മറ്റൊരു സിസ്റ്റത്തിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അവർ തമ്മിലൊരു അഗ്രിമെൻറ്റ് വേണം, യൂസർ നെയിമും പാസ്വേഡും ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറുന്നത്. ഓക്കെ, ഇനി ഈ പാസ്വേഡ് ഇത് സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്. സോ വെൻ യു എൻ്റർ ദിസ് പാസ്വേഡ് ദ സിസ്റ്റം വിൽ ചെക്ക് വെദർ ഇറ്റ് ഈസ് ആൻ ഓതറൈസ്ഡ് ഓർ അൺഓതറൈസ്ഡ് യൂസർ ആക്സസിങ് ദ റിസോഴ്സസ്. അപ്പോൾ പാസ്വേഡൊക്കെ കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർമിഷൻ തന്നിട്ടുള്ള ആളാണോ, അങ്ങനെയാണെങ്കിൽ മാത്രമേ അവരുടെ കമ്പ്യൂട്ടറിലേക്ക് ലോഗിൻ ചെയ്ത് കയറാനായിട്ട് അനുവാദം ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ആ ലോഗിൻ പ്രോസസ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ടെർമിനലിലെ ടെൽനെറ്റ് ക്ലയൻ്റാണ് നമ്മളിത് ഈ ബ്ലൂ കളറിൽ നിങ്ങൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഈ ടെർമിനലിന് ഈ ക്ലയൻറ്റ് ടെർമിനലിനകത്ത് കിടക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതൊന്ന് പ്രത്യേകമായിട്ട് കാണിക്കാം. നമ്മുടെ കമ്പ്യൂട്ടറിലെ ഈ റിമോട്ട് ലോഗിൻ ചെയ്യാൻ സഹായിക്കുന്ന ടെൽനെറ്റ് ക്ലയൻറ്റിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യാൻ നോക്കും. ആ ലോഗിൻ റിക്വസ്റ്റ് ഇൻ്റർനെറ്റ് വഴി ആ സെർവറിൽ പോകും. ആ സെർവറിൽ നിന്നാണ് ഈ ക്ലയൻറ്റുമായിട്ട് കണക്ഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഒക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ടെർമിനലിലാണ് ക്ലയൻറ്റ് കിടക്കുന്നത്, ക്ലയൻറ്റ് വഴിയാണ് റിക്വസ്റ്റ് ടെൽനെറ്റ് സെർവറിലേക്ക് പോകുന്നത്. ടെൽനെറ്റ് സെർവറിൽ യൂസർ നെയിമും പാസ്വേഡും ഓക്കെ ആയി കഴിഞ്ഞാൽ കണക്ഷൻ അതിന് തരികയും ചെയ്യും. ഓക്കെ, ഇനി
ലോക്കൽ ആൻഡ് റിമോട്ട് ലോഗിനെ കാണിക്കാനായിട്ട് ഇവിടെ ആ ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ഒന്ന് ലോക്കൽ ലോഗിൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കുക. ആദ്യം നിങ്ങൾ ലോക്കലായിട്ട് ലോഗിൻ കയറാൻ വേണ്ടി ടെർമിനലിൽ ലോക്കൽ ലോഗിൻ ചെയ്യുകയാണ്. അതാണ്ട് ഈ ലോക്കലായിട്ട് നിങ്ങൾ ടെർമിനൽ ഡ്രൈവറിലേക്ക് കയറാൻ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആ ഒരു ടെർമിനൽ ഡ്രൈവർ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട്. അതാണ് ലോക്കലായിട്ട് ലോഗിൻ ചെയ്യുന്നത് നമ്മുടെ രീതിയിൽ. ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഉപയോഗിച്ച്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ലോക്കലായിട്ട് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്യാനായിട്ട് പലപ്പോഴും പല ആപ്ലിക്കേഷനകത്തും പാസ്വേഡ് കൊടുത്ത് കയറാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഓരോ ആപ്ലിക്കേഷൻ സെർവറും ആപ്ലിക്കേഷൻ പ്രോഗ്രാമും ഇതുപോലെ ടെർമിനൽ ആയിട്ടുള്ള ഒരു മെഷീനകത്ത് ടെർമിനൽ ഡ്രൈവറിനകത്ത് എത്തിയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ലോക്കൽ ലോഗിൻ നടത്താറുള്ളത്. ഓക്കെ, നേരെ മറിച്ച് ഇത് കാണിച്ചിരിക്കുന്നതാണ് നമ്മളുടെ ടെൽനെറ്റ്. ഇത് ലോക്കൽ ലോഗിൻ ചെയ്തിരിക്കുക. സാധാരണ ഒരു ലോഗിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ലോക്കലായിട്ട് ഉള്ള റിസോഴ്സ് ആക്സസ് ചെയ്യാനായിട്ട് യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് അത് ലോഗിൻ ചെയ്യുന്നത്. നേരെ മറിച്ച് ഈ രണ്ടാമത്തെ ഇവിടാണ് ടെൽനെറ്റ്. ഇത് ടെൽനെറ്റ് ക്ലയൻറ്റ്, ഇത് ടെൽനെറ്റ് സെർവറാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെയാണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് പോകേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കിയേ. ടെൽനെറ്റ് ക്ലയൻറ്റിനകത്ത് ഇതുപോലെ തന്നെ ഒരു ടെർമിനൽ ഡ്രൈവറുണ്ട്. അതുപോലെ തന്നെ സെർവറിനകത്തും ഇതേപോലെ തന്നെ ഒരു സ്യൂഡോ ടെർമിനൽ ഡ്രൈവറും ഉണ്ട്. ഇപ്പോൾ ടെർമിനൽ ഡ്രൈവർ ഇരിപ്പോട്ട് ടെൽനെറ്റ് ക്ലയൻ്റ് ഉണ്ട്. അപ്പോൾ ടെൽനെറ്റ് ക്ലയൻറ്റ് റിക്വസ്റ്റ് നമ്മൾ ചെയ്യും, റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ ആ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിക്വസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന റെഫറൻസ് മോഡൽ ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് വഴി ഒരു ടെൽനെറ്റ് സെർവറിലേക്ക് എത്തും. ടെൽനെറ്റ് സെർവറിനെ സംബന്ധിച്ചിടത്തോളം അവിടെയും ഈ പറയുന്ന പ്രോട്ടോക്കോൾസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന TCP/IP റെഫറൻസ് മോഡലുണ്ട്. ഇവ തമ്മിലാണ് ഇൻട്രാക്ട് ചെയ്തിട്ട് ഈ ഡാറ്റ എക്സ്ചേഞ്ച് നടക്കേണ്ടുന്നത്. ഓക്കെ, ഇത് നടത്താൻ വേണ്ടി എന്താ ഉള്ളത്? ഇവ തമ്മിലുള്ള ടെൽനെറ്റ് ക്ലയൻറ്റും ടെൽനെറ്റ് സെർവറും തമ്മിലുള്ള ഈ കണക്ഷൻ സാധിക്കാൻ വേണ്ടി നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ടെർമിനൽ ഡ്രൈവറുണ്ട്, ഇവിടെ ഒരു സ്യൂഡോ ടെർമിനൽ ഡ്രൈവറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടെൽനെറ്റ് ക്ലയൻറ്റിൽ നിന്നൊരു റിക്വസ്റ്റ് അയക്കാനായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ടെർമിനൽ ഡ്രൈവറിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ റിക്വസ്റ്റ് ഇവിടെ പോകുന്നത്. ഇങ്ങനെ റിക്വസ്റ്റ് നമ്മൾ പോകുന്ന സമയത്ത് ആ റിക്വസ്റ്റിനെ ഇവിടുത്തെ സ്യൂഡോ ടെർമിനൽ ഡ്രൈവറാണ് ഈ റിസോൾവ് ചെയ്യുന്നത്. ഓക്കെ, അത് റിസോൾവ് ചെയ്തിട്ട് ആർക്കൊക്കെ പെർമിഷൻ കൊടുക്കണോ അവർക്ക് പെർമിഷൻ കൊടുക്കുകയും ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണ് ഇയാൾ ഇവിടെ ഇരുന്ന് ഉപയോഗിക്കേണ്ടത്. ഇയാളുടെ കയ്യിൽ എന്തില്ല? ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഇല്ല. ഇയാൾ പകരം എന്ത് ചെയ്യുക? ഇവിടുന്ന് ഇങ്ങോട്ട് ലോഗിൻ ചെയ്ത് കയറി ഇവിടെ കിടക്കുന്ന ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് എന്താ ചെയ്യേണ്ടുന്നത്? ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇല്ല, ഇവിടെ സെർവറിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഉണ്ട്. അയാൾ ഇവിടുന്ന് റിക്വസ്റ്റ് ചെയ്ത് ഇതിലേക്ക് ലോഗിൻ ചെയ്ത് കയറി ഇവിടെ ലോഗിൻ ചെയ്ത് കയറുമ്പോൾ ഈ സ്യൂഡോ ടെർമിനൽ ഡ്രൈവർ എന്ത് ചെയ്യും? ഇതൊക്കെ പരിശോധിച്ചിട്ട് ഓതറൈസ്ഡ് ആളാണെങ്കിൽ ഇതിലെ ഏത് ആപ്ലിക്കേഷനാണോ അയാൾക്ക് വേണ്ടുന്നത് അത് ഉപയോഗിക്കാനായിട്ടുള്ള പെർമിഷൻ അയാൾക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇല്ലെങ്കിൽ പോലും നമുക്ക് പല ആപ്ലിക്കേഷൻ പ്രോഗ്രാംസും എക്സിക്യൂട്ട് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടും. നമുക്ക് സ്വന്തമായിട്ട് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇല്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്താൽ നമുക്ക് ഡാറ്റ മാത്രം മതി, അതിനകത്ത് ലോഗിൻ ചെയ്ത് കയറി ഇത് എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ ആൻസർ നമുക്ക് തിരിച്ച് കിട്ടും. ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ.